Hi friends, Vivo the 5G model Vivo T1 5G smartphone. We have unboxing it. We have a phone in detailed specification review. We have a phone. We wait the official complete phone specification review, camera review. Channel subscribe മറക്കരുത്. നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ എഫർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് Vivo T1 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വിവോയുടെ ബോക്സേ അല്ല, മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടെ വലുതായിട്ട് T1 5G എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ വിവോയുടെ ബ്രാൻഡിങ് അത് വളരെ വലുതായി കൊടുത്തിട്ടുണ്ട്. സാധാരണ വിവോയുടെ ഫോണുകൾക്കൊന്നും ഇത്തരത്തിൽ വലിയൊരു ബ്രാൻഡിംഗ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വിവോ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം വളരെ വലുതായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് വേറൊന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. ബാക്ക് സൈഡിലായിട്ട് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇതൊരു Snapdragon 695 5G ചിപ്സെറ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. 8.25mm ആണ്, അത്രയും സ്ലിം ആയിട്ടുള്ള ഫോണാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ എടുത്തുള്ളത് ഇതിൻ്റെ റെയിൻബോ ഫാൻറ്റസി എന്ന കളറാണ്. 6GB RAM 128GB വേരിയൻ്റ് ആണ്. ഇത് MRP ഉണ്ടോ, ഇതിൻ്റെ MRP 20,990 MRP വരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ 4GB RAM 128GB വേരിയൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 15,000 രൂപയും 6GB RAM 128 റേറ്റ് 17,000 രൂപയും 8GB റാമിൻ്റെ റേറ്റ് 20,000 രൂപയാണ്. പിന്നെ ഒരു ഓഫ്ലൈൻ പ്രൊഡക്റ്റാണ്. നമുക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, ഓഫറുകളും കിട്ടും. പിന്നെ ഇവിടെ താഴെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, അത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. IMEI നമ്പർ, പിന്നെ ഈ ഒരു ഫോണിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ബോക്സ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ബോക്സ് കിട്ടും. ഈ ചെറിയൊരു ബോക്സിനകത്താണ് ഇതിൻ്റെ ബാക്ക് പൗച്ചും അതുപോലെ യൂസർ മാനുവലും വാറണ്ടി പേപ്പേഴ്സും ഒക്കെ ഉണ്ടായിരിക്കുക. നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് കട്ടി കൂടിയ ബാക്ക് പൗച്ച് തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ക്യാമറയുടെ ഭാഗമൊന്നും നിലത്ത് ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ചിഹ്നമൊക്കെ വരുന്ന ഒരു ബാക്ക് പൗച്ചാണ്. നല്ല ട്രാൻസ്പെറൻറ്റ്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എടുത്തുള്ളത് നേരത്തെ പറഞ്ഞ പോലെ റെയിൻബോ ഫാൻറ്റസി എന്ന് പറയുന്ന മഴവില്ലിൻ്റെ കളറുള്ള ഒരു മോഡലാണ്. നമുക്ക് മൊബൈൽ മാറ്റി വയ്ക്കാം. മൊബൈൽ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഈ ബോക്സിൻ്റെ കൂടെ നമുക്ക് ഇത്തരത്തിലൊരു 18 വാട്ട് ഫാസ്റ്റ് ചാർജ് കിട്ടുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്സറീസാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നത്. എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യം, അത് നെഗറ്റീവ് ഒന്നുമല്ല, കാരണം ഈ ഒരു ഫോൺ ഓൾറെഡി വാല്യൂ ഫോർ മണിയാണ്. സാധാരണ വിവോയുടെ ഫോണുകൾ, ഇപ്പോൾ വിവോ ആയതുകൊണ്ട് മാത്രം പറയുന്നതാണ് കേട്ടോ, വേറൊരു ബ്രാൻഡും കൊടുക്കാറില്ല. വിവോയുടെയൊക്കെ അല്ലെങ്കിൽ ഓപ്പോയുടെയൊക്കെ ഒരു 15,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള ഫോണുകളുടെ കൂടെ ഇയർഫോൺ കിട്ടാറുണ്ട്. ഇതിൻ്റെ കൂടെ ഇയർഫോൺ ഇല്ല എന്ന് വേണമെങ്കിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ബാക്കി എന്ത് തരത്തിൽ നോക്കിയാലും നമുക്ക് യാതൊരു നെഗറ്റീവും പറയാനില്ലാത്തൊരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് വിവോയുടെ T1 5G എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അത് റെയിൻബോ ഫാൻറ്റസി എന്ന കളറാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടില്ലേ, പല ആംഗിളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് കയ്യിലുമത്തെ അഴുക്കുകളോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ സ്ക്രാച്ചുകളോ ഒന്നും പെട്ടെന്ന് ആവാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ക്യാമറയുടെ ഭാഗത്ത് ഇവിടെ മുകളിൽ നല്ല ഭംഗിയുണ്ട്. ക്യാമറ പൊസിഷനൊക്കെ നല്ല ഡിസൈൻ വൈസ് നമുക്ക് പ്രത്യേകിച്ച് വിവോയുടെയും ഓപ്പോയുടെ ഫോണൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്, ഡിസൈനിൽ യാതൊരുവിധ കോംപ്രമൈസും കൊടുക്കാറില്ല കണ്ടോ. പല ആംഗിളുകളിൽ പല കളറുകൾ നമുക്ക് ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യാമറ ഭാഗത്ത് വളരെ 2 റൗണ്ടിൽ വലിയ ക്യാമറ കൊടുക്കുന്നുണ്ട്. ഇത് മുകളിൽ 50 മെഗാപിക്സലിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന ക്യാമറയാണ്. താഴെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും വേസ്റ്റാണ്, ശരിക്കും എൻ്റെ ആവശ്യമില്ല. 50 മെഗാപിക്സലിൻ്റെ ഈ ക്യാമറ നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഈ ഫോൺ കിട്ടി അപ്പോൾ തന്നെ ചെയ്ത് നോക്കിയത് ഇതിൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് നോക്കുകയാണ് ഏറ്റവും ചെയ്തത്. കാരണം പെർഫോമൻസ് സൈഡിലേക്ക് നല്ല രീതിയിൽ മാറ്റം വന്നപ്പോൾ ക്യാമറയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഈ ഫോൺ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എടുത്ത് നോക്കിയതാണ്. ക്യാമറയൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇമ്പ്രസ്ഡ് തന്നെയാണ്. ഇവിടെ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് ഇത്തരത്തിൽ ചെറിയൊരു ഭാഗം വേറെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്, ഒന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി, കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡ് ഒക്കെ ഒരു ബോക്സ് ഡിസൈനാണ് വരുന്നത് കണ്ടോ, നല്ല ബോക്സ് ഡിസൈനാണ് വരുന്നത്. താഴെ സ്പീക്കറിൻ്റെ കിറ്റുകൾ വരുന്നുണ്ട്, Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. പിന്നെ മുകളിൽ സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. ഇതിൻ്റെ സിം കാർഡ് ഹോൾഡർ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് 2 സിം കാർഡുകളും മെമ്മറി കാർഡും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ ഫോണത്ത് 128GB സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓൺ ആക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു ഫോൺ മാത്രമല്ല കേട്ടോ, നമ്മളൊരുവിധം ഈ മാർക്കറ്റിനകത്ത് ഇറങ്ങുന്ന എല്ലാ ഫോണുകളെക്കുറിച്ചും നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഫോൺ ഓൺ ആകുമ്പോൾ തന്നെ ഇവിടെ വിവോ 5G എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ആക്കി സെറ്റപ്പൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിങ് കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് വയ്ക്കാം, കാരണം ക്യാമറയ്ക്കകത്ത് അത്രയേറെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.58 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. താഴെ കുറച്ച് വലിയ ചിഹ്നമാണ് വരുന്നത്. സൈഡിലൊക്കെ വളരെ നൈസായിട്ടുള്ള ബസ്സിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് അത്ര ചെറിയ നോച്ചാണ്. ഞാൻ പല വീഡിയോയ്ക്കകത്തും കണ്ട കാര്യമാണ്. ഈ ഫോണിൻ്റെ നോച്ചിനെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറ, എത്ര വലിയ നോച്ചാണ് ഇത് നിങ്ങൾ കണ്ടോ? സാംസങ്ങിൻ്റെ ഒക്കെ ഒരു M സീരീസ് ഫോണോ അല്ലെങ്കിൽ F22 ഒന്നും കണ്ടിട്ടുള്ള അത്ര പോലും വലിയ നോച്ചൊന്നുമല്ല ഇതിനകത്ത് വരുന്നത്. വളരെ ചെറിയൊരു നോച്ചാണ് കണ്ടോ. നമുക്കിവിടെ 5 ഹോൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നല്ല നന്നായിരുന്നു. പക്ഷേ ഇതൊരു നമുക്കറിയാം വിവോയുടെ ഫോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്യാമറയ്ക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും അവർ ഇത്തരം നോച്ച് ഡിസ്പ്ലേ തന്നെ കൊടുക്കാറുള്ളൂ. എന്നാലും അതത്ര വലിയ നോച്ചൊന്നുമല്ല. അപ്പോൾ അത്ര കുറ്റം പറയാനും വേണ്ടി അത്ര വലിയ നോച്ചൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല കേട്ടോ. പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, നിങ്ങൾ പറയും. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇതിനകത്ത് ഇത് നേരത്തെ പറഞ്ഞ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ആണോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്രയും സ്മൂത്താണ് കണ്ടോ. ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അത്രയും സ്മൂത്തിലാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് കണ്ടോ. നമുക്കിതിനകത്ത് റിഫ്രഷ് റേറ്റ് നമുക്ക് 90 Hz അല്ലെങ്കിൽ 120 Hz ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറാനായിട്ട് പറ്റും. അപ്പോൾ 120 കിട്ടുമ്പോൾ നല്ല സ്മൂത്ത് ഉണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ 90 ഇട്ടാലും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഡിസ്പ്ലേ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൊള്ളാം, നല്ല സ്മൂത്ത് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. നല്ല ബ്രൈറ്റ്നസ് ആണ്, നല്ല കളർഫുള്ളാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈറ്റ്നസ് കണ്ടോ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ലൈറ്റ് അടിക്കുന്നുണ്ട്. അത്രയും ബ്രൈറ്റ്നസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് പകുതിയിലും കുറച്ചിട്ടിട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് നല്ല ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നോക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള കുറച്ച് ആപ്പുകൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷെയർ ചാറ്റ് ആയാലും പിന്നെ മോജ് ഉണ്ട്, ജോഷ് ഉണ്ട്, അതുപോലെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഡിസ്പ്ലേ വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെയാണ് ഞാൻ ഏറ്റവും അധികം ഇമ്പ്രസ്ഡ് ആയത്. കാരണം ഇവിടെ അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ വിവോയുടെ OS ആയിട്ടുള്ള ഫൺടച്ച് OS 12, അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള OSലാണ് ഈ ഫോൺ പുറത്തിറങ്ങുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അത് മറ്റ് ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും വളരെ റേറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. എന്നിട്ട് ഇതിനകത്ത് ഈ ഏറ്റവും പുതിയ OS ആയിട്ടുള്ള ഫൺടച്ച് OS കൊടുത്തു എന്ന് മാത്രമല്ല ഇവിടെ ആൻഡ്രോയിഡ് വെർഷൻ 12 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ഫോണാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന പല പ്രമുഖ ഫോണുകളും ആൻഡ്രോയിഡ് വേർഷൻ 11 ഇറങ്ങുന്നത്. ആ സമയത്ത് ഇവിടെ ആൻഡ്രോയിഡ് 12 കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫൺടച്ച് OS 12 കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ നമുക്ക് 2.2 GHz Snapdragon 695 ഒക്ടാ-കോർ പ്രോസസ്സർ കൊടുക്കുന്നുണ്ട്. ഗെയിമിങ്ങിനായാലും ബാക്കി എന്ത് കാര്യങ്ങൾക്കായാലും നല്ലൊരു പ്രോസസ്സറാണെന്ന് തെളിയിച്ചിട്ടുള്ളൊരു ചിപ്സെറ്റാണ് ഇതെന്ന് പറയുന്നത്. 5G ചിപ്സെറ്റാണ്. നിലവിൽ 2 ബാൻഡുകൾ വരുന്നുള്ളൂ. എന്നിരുന്നാലും ഭാവിയിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് 5G വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡുകളൊക്കെ ഇതിനകത്തും വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ റാം എന്ന് പറയുന്നത് 6 GB റാമാണ്. അതിൻ്റെ കൂടെ നമുക്ക് 2 GB റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു 8 GB റാമിൻ്റെ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ 4 GB റാമും എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് പറ്റും വരുന്നുണ്ട്. സാധാരണ വിവോയുടെ ഫോണുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഭാഗത്ത് നല്ല രീതിയിൽ കുറവുകൾ കൊണ്ടുവരാറുണ്ട്. അതായത് ക്യാമറയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫോണുകളാണ്. ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു ഗെയിമിങ്ങിന് വേണ്ടി മാത്രം ഇറക്കുന്നൊരു മോഡലുകളാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ക്യാമറ നോക്കാം. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെറിയൊരു രീതിയിൽ ക്യാമറ റിവ്യൂ കാണിച്ചിരുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു 50 MP നോർമൽ ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫോട്ടോ എടുത്തത് വളരെ ലോ ലൈറ്റിനാണ്, വളരെ ബ്രൈറ്റ്നസ് കുറച്ചിട്ടാണ്. എന്നിട്ടും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടോ, ക്യാമറയിലൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് സൂമിങ്ങിൻ്റെ മോഡ് വരുന്നുണ്ട്, ഇവിടെ നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് നമുക്കിവിടെ 50 MP ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ, പനോരമ മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, AR സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറ ഭാഗത്തും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു സെൽഫി ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ലൈവായിട്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നല്ല രീതിയിലുള്ള ഫോട്ടോസും പോർട്രേറ്റ് മോഡുകളും വീഡിയോ മോഡും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് റെസൊല്യൂഷൻ 1080 നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഈ ഒരു ചിപ്സെറ്റിനകത്ത് 4K റെക്കോർഡിംഗ് ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതിനകത്ത് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഇതിനകത്ത് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
കൊള്ളാം. അതിന് മൊത്തത്തിൽ ക്യാമറ ഡിപ്പോർട്ട്മെൻറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. 50 മെഗാ പിക്സലാണ് ഈ മെയിൻ സെൻസർ എന്ന് പറയുന്നത്. 2 മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി ക്യാമറ, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ തേർഡ് ക്യാമറ. ഫ്രണ്ട് എന്ന് പറയുന്നത് 16 മെഗാ പിക്സലാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ക്യാമറ വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മോഡലാണ് എന്ന് തോന്നുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ റേറ്റ് കുറഞ്ഞകത്ത് ഒരു 5G ഫോൺ, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഗെയിമിംഗ് ഫോൺ, അതുപോലെ കുറച്ച് ലോങ് ലാസ്റ്റ് യൂസിങ്, പിന്നെ സർവീസ് സപ്പോർട്ട്, അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്യാമറയും കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ 6GB റാം 128GB വേരിയൻ്റ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഒരു 8GB റാം വേരിയൻ്റ് എടുക്കുക. പരമാവധി നിങ്ങൾ ഇതിൻ്റെ 4GB റാം ഏറ്റവും കുറഞ്ഞ വേരിയൻ്റ് എടുക്കാണ്ടിരിക്കുക. കാരണം നാം നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു ആൻഡ്രോയിഡ് വേർഷൻ 12 ഇറങ്ങിയിട്ടുള്ള മോഡലാണ്. വിവോ എന്ന ബ്രാൻഡ് ഒരുപാട് അപ്ഡേറ്റുകൾ കൊടുക്കും. അപ്പോൾ ഭാവിയിൽ ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് താങ്ങാനായിട്ട് ലോഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള റാമും സ്റ്റോറേജൊക്കെ ഉള്ള മോഡൽ എടുക്കാനാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അത് 4GB റാമും 6GB റാമും തമ്മിൽ ആകെ 1000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓഫറുകൾ യൂസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു 1000 രൂപ പറഞ്ഞിട്ടൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ പരമാവധി നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ 6GB റാമെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.